സോഷ്യൽ മീഡിയയിൽ ലൈക്കുകൾക്കും റീൽസുകൾക്കും വേണ്ടി നടത്തിയ വീഡിയോ നാടകം ഒടുവിൽ ഒരു യുവാവിന്റെ ജീവൻ എടുക്കുകയും യുവതിയെ ജയിലിലാക്കുകയും ചെയ്തിരിക്കുന്നു. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് കോഴിക്കോട് സ്വദേശി ദീപകിന്റെ വീഡിയോ പ്രചരിപ്പിച്ച വടകര സ്വദേശിനി ഷിംജിത മുസ്തഫയാണിപ്പോൾ മഞ്ചേരി വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നത്. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഷിംജിതയ്ക്ക് ജയിലിനുള്ളിൽ മൊബൈൽ ഫോണോ റീൽസ് ഇടാനുള്ള സൗകര്യമോ ഇല്ലാത്തത് വലിയ മാനസിക വിഷമമുണ്ടാക്കുന്നു എന്നാണ് വിവരം. മുസ്ലിം ലീഗിന്റെ മുൻ പഞ്ചായത്ത് മെമ്പറും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഷിംജിത ജയിലിനുള്ളിലെ ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ തളർന്നുപോയി എന്നാണ് സൂചനയും. കൊതുകുകടിയും ജയിലിലെ സാധാരണ ഭക്ഷണവും ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിക്ക് താങ്ങാനാകുന്നില്ല. പുറം ലോകത്ത് മോട്ടിവേഷൻ പ്രസംഗങ്ങൾ നടത്തിയിരുന്ന ഇവർക്ക് ജയിലിനുള്ളിൽ സഹതടവുകാരുടെ മുന്നിൽ നിരാശയോടെയാണ് തള്ളി നീക്കേണ്ടി വരുന്നത്. ദീപകിന്റെ ആത്മഹത്യയെ തുടർന്ന് ഒളിവിൽ പോയ ഷിംജിതയെ വടകരയിലെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ഷിംജിത പുറത്തുവിട്ട വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്നും യുവാവിനെ ബോധപൂർവം അപമാനിക്കാൻ ശ്രമിച്ചതാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ അത്താണിയായ യുവാവിനെ മരണത്തിലേക്ക് തള്ളിയിട്ട ഷിംജിതയ്ക്കെതിരെ കർശന വകുപ്പുകൾ ചുമത്തണമെന്ന ആവശ്യത്തിലാണ് ദീപകിന്റെ കുടുംബം. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ഷിംജിതയെ കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്നാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. മഞ്ചേരി വനിതാ ജയിലിലേക്കാണ് എത്തിച്ചത്. ദീപകിന്റെ മാതാവിന്റെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് ഷിംജിത ഒളിവിൽ പോയത്. ഇന്നലെ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകി. വിദേശ ബന്ധമുള്ളതിനാൽ ഇവർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. വടകരയിലുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അറസ്റ്റിലായത്. ഷിംജിത പങ്കുവച്ച വീഡിയോ എഡിറ്റ് ചെയ്ത് ദൈർഘ്യം കുറച്ചതായി പോലീസ് കണ്ടെത്തി. ബസ്സിലെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. സ്വകാര്യ ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഷിംജിതയ്ക്കെതിരെ IT ആക്ടും മറ്റ് വകുപ്പുകളും ചുമത്തണമെന്ന് ദീപകിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പയ്യന്നൂരിൽ ബസ് യാത്രയ്ക്കിടെ ഷിംജിത ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതേസമയം ഷിംജിതയെ ഇന്നലെ ഉച്ചയോടെയാണ് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് അതീവ രഹസ്യമായി പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ വാഹനത്തിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. 10 മിനിറ്റിനുള്ളിൽ കൊയിലാണ്ടിയിൽ നിന്ന് പോലീസ് വാഹനത്തിൽ കുന്നമംഗലം കോടതിയിലെത്തിച്ചു. കോടതിയിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തി. അതേസമയം പർദ്ദയും മാസ്കും ധരിച്ചെത്തിയ ഷിംജിതയെ ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നില്ല.